ഏത് മൂഡ്? ഇവളുടെ സ്റ്റാൻഡേർഡ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോയിൽ കാണുന്ന പോലല്ല, വേറും കച്ചറയാ. അപ്പൊ നമ്മൾ ഇന്ന് പാരിപ്പള്ളി വരെ പോവാണ്. അനന്തവണ്ണം കഴിഞ്ഞ ദിവസം എടുത്ത സൂപ്പർ ക്യാരിയുടെ ബോഡി അടിക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോവാം. അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് ഉംറയ്ക്ക് പോകുന്നതിന്റെ നേർച്ച ഉണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ അവിടെ ചെന്ന് ബിരിയാണിയും തട്ടിയിട്ട് പോകാന്ന് കരുതി നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കൊട്ടാരക്കര വന്ന് CNG അടിച്ച് നേരെ പാരിപ്പള്ളിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ മേടിച്ച് പറക്കിയൊക്കെ തിന്നോണ്ടാ പോയത്. കുറെ നേരം അലപ്പും ബഹളം വെച്ചതിന്റെ ക്ഷീണത്തിൽ ഒരു കാർട്ടൂണും വെച്ച് അമ്മയുടെ കാലിൽ കയറി അവള് സുഖമായിട്ട് കിടന്നു. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പാരിപ്പള്ളിയിൽ. ഗൈസ്, ഇവൾ ഈ ആപ്പിൾ തിന്നാനൊന്നുമല്ല കൈ വെച്ചേക്കുന്നത്, ബോളാന്ന് പറഞ്ഞിട്ട് കൈ വെച്ചേക്കുക. ആ ആപ്പിൾ മൊത്തം തട്ടിപ്പറിച്ച് അങ്ങനെ വണ്ടി ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ബോഡി അടിച്ച് അതിന്റെ ഷീറ്റൊക്കെ അടിച്ച് ഫുള്ള് സെറ്റ് ആയി. ഇനി ഇത് ഇവിടുന്ന് എടുത്ത് നേരെ പത്തനാപുരത്തേക്കാണ് പോകുന്നത്. ഞാനും താരുമോളോട് അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് കറങ്ങി വന്നപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച ഭാര്യയും ഭർത്താവോടെ റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുന്നതാണ്. ഗൈസ് സത്യം പറഞ്ഞാൽ ഇവൾ എന്തോ പറയുന്നതെന്ന് അറിയാവോ? റീലിലൊക്കെ കാണുന്ന പോലെ ഈ ആപ്പിൾ കടിച്ചെടുത്ത് ഞാൻ ചുണ്ടത്ത് വെക്കും, ചേട്ടൻ ഇത് ചുണ്ടിൽ നിന്ന് കടിച്ചെടുത്ത് തിന്നണമെന്നാ പറയുന്നത്. ഗൈസ്, അയാൾ മുഖത്ത് നോക്കി പറഞ്ഞു പറ്റത്തില്ലെന്ന്. അതിന്റെ വിഷമത്തിൽ മാറി നിന്ന് കടിച്ചു വെച്ച ആപ്പിൾ വായി തന്നെ വെച്ച് പ്രതിഷേധിക്കുവാണ് ഗൈസ് ഇവൾ. നിങ്ങൾ ആ മുഖം കണ്ടില്ലേ? നാണം കെട്ട് ചീഞ്ഞ് നാറി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവിടുത്തെ ചേട്ടൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തൊട്ടടുത്ത കടയിൽ കയറി ഓരോ പപ്സും നാരങ്ങ വെള്ളം കുടിച്ചു. അങ്ങനെ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണ്. അവര് ഫാമിലി ആയിട്ട് ആ വണ്ടിയിലാണ് വന്നത്. തിരിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഏകദേശം 5:30 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അവിടുന്ന് നേരെ ആ വണ്ടി പൂജയ്ക്കാണ് കൊണ്ടുപോയത്. പോയ സ്ഥിതിക്ക് നമ്മുടെ വണ്ടിയും കൂടെ പൂജിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയും കയറ്റിയിട്ടു. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൂജയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇനി ഞാൻ നിങ്ങൾക്ക് പോക്കിരി രാജയിലെ മമ്മൂട്ടിയുടെ കുറച്ച് ഇംഗ്ലീഷ് പരിചയപ്പെടുത്തി തരാം. Talk in Malayalam, please. Not Nandu bro, you don't learn Malayalam to her. I drink a quarter of a glass into 2 into 3. അങ്ങനെ ഏകദേശം 9 മണി ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ കൊച്ചിയിലേക്ക് പോകാൻ ഇറങ്ങി. രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഓരോ ബർഗർ മേടിച്ച് കഴിച്ചിട്ടാണ് പോയത്.